കോൺഫിഡൻസ് ഇല്ലാത്തത് ഒരു കുറ്റമല്ല, അതൊരു പേഴ്സണാലിറ്റി പ്രോബ്ലവുമല്ല, നിങ്ങളുടെ ബ്രെയിനിലെ ഒരു വയറിംഗ് ഇഷ്യൂ മാത്രമാണ്. നിങ്ങൾ കോൺഫിഡൻസിന് പിന്നിലെ ശാസ്ത്രമാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കുറെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടോ ഐ വിൽ നോട്ട് സ്റ്റോപ്പ് അൺടിൽ ഐ വിൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടോ കാര്യമില്ല. ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഇല്ല എന്നുള്ള പ്രശ്നം സോൾവ് ചെയ്യാം എന്നേക്കുമായി. എന്നോട് പലപ്പോഴും പലരും പറയാറുണ്ട്, പരീക്ഷയ്ക്ക് നല്ലപോലെ പഠിച്ചു, പക്ഷെ പരീക്ഷാ ഹോളിൽ എത്തുമ്പോൾ ഭയങ്കര വെപ്രാളമാണ്, മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല, MS ധോണിനെ പോലുള്ളവരൊക്കെ കാണുമ്പോൾ ഭയങ്കര അസൂയാണ്, അതുപോലുള്ള കോൺഫിഡൻസ് നേടാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന്. അതിനായിട്ട് നമുക്ക് ഈ ശാസ്ത്രത്തെക്കുറിച്ച് ഇന്നറിയാം. മൈസെൽഫ് അനോൺ, ഞാനൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അക്കാഡമിക്സിൽ വളരെ മികച്ചൊരു സക്സസ് നേടിയെടുക്കാനും ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്ത് IITiansനോടും NITiansനോടും കോമ്പീറ്റ് ചെയ്ത് ബെസ്റ്റ് പേപ്പർ അവാർഡ് നേടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ എക്സ്പീരിയൻസ് കൂടെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്നുള്ള പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ബ്രെയിനിനെ മൊത്തത്തിൽ റീവയർ ചെയ്ത് ബെറ്റർ ആക്കി എടുക്കാനായിട്ട് ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ആ പ്രശ്നം ഇന്ന് സോൾവ് ചെയ്യാം. ഇതുപോലെ നിങ്ങളുടെ ജീവിതം പ്രൊഡക്റ്റീവ് ആക്കുന്ന വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കോൺഫിഡൻസിന് പിന്നിലെ ശാസ്ത്രത്തെ പറ്റി ചകഞ്ഞു പോകുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രെയിനിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ബ്രെയിനിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ന്യൂറൽ പാത്വേസ് വഴിയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ കുറെ അധികം പാത്വേസ് ഉണ്ട്, ഇൻഫർമേഷൻ അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും എല്ലാത്തിനുമായിട്ട്. അപ്പൊ ഫുള്ളി വയേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് നമ്മളുടെ ഈ ഒരു ബോഡി എന്ന് പറയുന്നത്. ഈ ന്യൂറൽ പാത്വേസ് എങ്ങനെയാ സ്ട്രോങ് ആവണേ, എങ്ങനെയാ ബെറ്റർ ആവണേ, ഇതൊക്കെ ബെറ്റർ ആവുന്നത് റിപ്പീറ്റേഷൻ വഴിയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീട്ടിലോട്ടുള്ള റോഡ് പണിയാണ്, ടാർ ഇടാണ്. അതെങ്ങനെയാ? മുകളിൽ കൂടെ ആ ഒരു ടാർ ചെയ്യണ മെഷീൻ വീണ്ടും വീണ്ടും പോയി അത് നിരപ്പാക്കി റിപ്പീറ്റഡ് ആയിട്ട് അതിന്റെ മുകളിൽ കൂടെ പോകുമ്പോഴാണ് അത് പ്രോപ്പർ ആയിട്ട് അതിന്റെ ആ ഒരു സെറ്റ് ആയിട്ട് വരുന്നത്, അല്ലെ? ഇതുപോലെ തന്നെയാണ് ന്യൂറൽ പാത്വേസിലും കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. നിങ്ങളൊരു മോശമായിട്ടുള്ള കാര്യം, ഒരു മോശം അനുഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ആവും. ഓ, ഇത് മോശമാണ്, ഇത് മോശമാണ്, ഇത് മോശമാണ്. നിങ്ങൾ അതേ കാര്യം നല്ലതെന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നല്ലതാണ് എന്നുള്ള രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മളുടെ ഈ ഒരു ബ്രെയിനിൽ തന്നെ അമിഗ്ഡല എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിയർ റെസ്പോൺസ്, ഡേഞ്ചറിന്റെ സമയത്തൊക്കെ ഇടപെടുന്ന സംഭവമാണ് നമ്മുടെ അമിഗ്ഡല ചേട്ടൻ. അപ്പോൾ ഈ അമിഗ്ഡലിനെ കുറിച്ച് മുൻപ് ഞാൻ മാനിഫെസ്റ്റേഷൻ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊരു പരീക്ഷയെ കുറിച്ച് ഭയങ്കര പേടിയായിട്ട് ഇരിക്കാന്ന് വിചാരിക്കും. അപ്പൊ ആരാ ആക്ടിവേറ്റ് ആവുക? നമ്മുടെ അമിഗ്ഡല ചേട്ടനാണ് ആക്ടിവേറ്റ് ആവുക. അപ്പൊ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങൾ പണ്ട് ചിലപ്പോൾ ഒരു പരീക്ഷയിൽ തോറ്റിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരും പറയുന്നുണ്ടാവാം ഇതൊക്കെ കിട്ടുവാടെ, UPSC ഒക്കെ ട്രൈ ചെയ്താൽ കിട്ടുമോ, അല്ലെങ്കിൽ PSC ഒക്കെ ആർക്കാ കിട്ടണേ, ഇത് എഴുതുമ്പോൾ ഭയങ്കര ഒരു ലക്ക് വേണമെന്നേ എല്ലാവരും പറയും. ലക്ക് വേണം, ലക്ക് വേണം, ലക്ക് വേണം. അപ്പൊ നമുക്കൊരു പേടിയാ, അയ്യോ ലക്കില്ല, ഞാൻ പണ്ട് തൊട്ടേ തോക്കണവനാ. ഇത് വരുമ്പോ എന്തുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അൺസർട്ടനിറ്റി കൂടുമ്പോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടുമ്പോ ആരാണ് ആക്ടിവേറ്റ് ആവുക? സിമ്പിൾ ലോജിക് അല്ലേ? അമിഗ്ഡലയാണ്. കാരണം എന്താ? ബ്രെയിൻ ഏത് രീതിയിൽ അതിനെ കാണാം? ഡേഞ്ചർ, അയ്യോ പേടിയാവണു, പരീക്ഷ എങ്ങനെ പൊട്ടിയാലോ, ആ അമ്മാവൻ പറഞ്ഞു ഞാൻ പൊട്ടുന്നു, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇവര് പറഞ്ഞു ഞാൻ പൊട്ടുന്നു. ഈ പൊട്ടിയിട്ട് ഇവരൊക്കെ മുഖം നോക്കണ്ടേ? എന്താണ് നമ്മുടെ മൈൻഡിൽ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കണേ? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളെ അമിഗ്ഡല ചേട്ടനാണ് കറക്റ്റ്. പ്രസന്റ് മോശം കാര്യമല്ലേ, ഞാനിവിടെ ഉണ്ട്, നമുക്ക് ഡേഞ്ചറിനെ ഹാൻഡിൽ ചെയ്യാം. എങ്ങനെ? ഒന്നും ചിന്തിക്കാൻ പറ്റാവുന്ന രീതിയാക്കി തരാം, കോൺഫിഡൻസ് മൊത്തത്തിൽ ഡൗൺ ആക്കി തരാം, ഒന്നും നമുക്ക് എന്താ പഠിച്ചതെന്ന് ഒരു ഓർമ്മ പോലും വരില്ല. എന്തുകൊണ്ടാ? അവിടെ ഫിയർ റെസ്പോൺസ് ആണ് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും അസൂയപ്പെടുന്നവരില്ലേ, ഈ MS ധോണിനെ പോലുള്ളവര്. അവരെന്താ ചെയ്യുക? പ്രോപ്പർ ആയിട്ട് റിപ്പീറ്റേഷൻസ് ഒക്കെ വഴി ഒരു അഫർമേഷൻ ഒക്കെ വെച്ച് എനിക്ക് പറ്റും, ഞാൻ എന്തിനാ പേടിക്കുന്നത്, വേൾഡ് കപ്പ് ഫൈനലാണ്, വൈ ഷുഡ് ഐ ഫിയർ? MS ധോണിയെ 6 അടിക്കുന്ന സമയത്ത് MS ധോണി മനസ്സിൽ പറഞ്ഞിരുന്നത് അയ്യോ ബോൾ വന്നിട്ട് ഞാൻ എങ്ങാനും 6 അടിച്ചില്ലെങ്കിൽ എന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മണ്ടത്തരം കാണിച്ചു എന്ന് നാട്ടുകാർ പറയുന്നതല്ല. ഞാൻ 6 അടിച്ചു കഴിഞ്ഞാൽ എന്റെ രാജ്യം നേടുന്ന ഒരു എപ്പിക് വിജയമായിരിക്കും അതെന്നുള്ളതാണ്. സോ നമ്മളുടെ ബ്രെയിനിൽ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ ബ്രെയിനിൽ ഇതുപോലെ എല്ലാവരും പറയുന്ന മോശം മോശം കാര്യങ്ങളാണ് തങ്ങി നിൽക്കുന്നതെങ്കിൽ അമിഗ്ഡല ചേട്ടൻ വരും. MS ധോണിനെ പോലെ നിങ്ങൾ 6 അടിക്കാൻ നോക്കും, പക്ഷെ വിക്കറ്റ് ആയിരിക്കും ആവുന്നുണ്ടാവുക. അവിടെ നിങ്ങൾ MS ധോണിക്ക് ഉണ്ടാവുന്ന കാര്യമാണ് നോക്കേണ്ടത്. MS ധോണിക്ക് ഉണ്ടാവുന്നത് ഡോപ്പമിൻ വഴിയുള്ള റെസ്പോൺസുകളാണ്. അതായത് നമ്മൾ പലവട്ടം സക്സസ് നേടിക്കഴിയുമ്പോൾ ഓരോ സക്സസിലും നമുക്ക് ഡോപ്പമിൻ കിട്ടും. അപ്പോൾ ഈ സക്സസുകൾ, നമ്മൾ കൊടുക്കുന്ന റിവാർഡുകൾ, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ നിൽക്കും. അപ്പൊ നമ്മൾ പരീക്ഷനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ, നിങ്ങളൊരു പരീക്ഷ മുൻപ് ജയിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ജയിച്ചു എന്നുള്ള നിലയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ പരീക്ഷ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് കഴിഞ്ഞ വട്ടം ജയിച്ചപ്പോൾ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാവരും എന്നെ പൊക്കി പറഞ്ഞു, എന്റെ മാർക്ക് ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞു, അമ്മ നല്ലതാന്ന് പറഞ്ഞു, അച്ഛൻ നല്ലതാന്ന് പറഞ്ഞു. ഇത് നമ്മളെ വളരെയധികം ബെനിഫിറ്റ് ചെയ്യും. പരീക്ഷ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിയർ റെസ്പോൺസ് ആയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പണ്ട് മുതലേ വിജയിച്ചു വരുന്നവര് വീണ്ടും വീണ്ടും പരീക്ഷ എഴുതുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ പണ്ടേ ഞാൻ ഭയങ്കരമായിട്ട് മാർക്ക് കുറയുന്ന വ്യക്തിയാണ്, ഞാൻ ഇനി എങ്ങനെ ബെറ്റർ ആക്കി എടുക്കും എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ. പണ്ട് നിങ്ങൾ കുറെ കാര്യങ്ങളിൽ തോറ്റു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല, പാസ്റ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റീവയർ മെത്തേഡ്. ഇത് ബാക്കിയുള്ളവർ പറയുന്ന പോലത്തെ റീവയർ മെത്തേഡ് അല്ല. ഇതിലത്തെ ഓരോ അക്ഷരങ്ങൾക്കും വാല്യൂ ഉണ്ട്. ആദ്യത്തെ അക്ഷരം R. എന്താ? റിയാലിറ്റി ചെക്ക്.
നമ്മളെ ചുറ്റുള്ളവർ നമ്മളോട് പറയും നമുക്ക് UPSC കിട്ടില്ല, നമുക്ക് PSC കിട്ടില്ല, നമുക്ക് അതിനുള്ള കഴിവില്ലടാ എന്നൊക്കെ പലരും പറയും. നിങ്ങൾ വാഴ സിനിമയിൽ കണ്ടിട്ടുണ്ടോ അല്ലെ? അതുപോലൊന്നും അല്ല. നിങ്ങൾക്ക് ഇപ്പൊ പനി ഉണ്ടെന്ന് വിചാരിക്കും. പനി ഇപ്പൊ ഉണ്ട് അല്ലെ? നാളെ പനി ഉണ്ടാവോ? മരുന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ പനി ഉണ്ടാവും. ഒരു മാസം കഴിഞ്ഞാൽ പനി ഉണ്ടാവോ? ഇപ്പൊ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ഫെയിലായോ? ഇപ്പൊ ഫെയിലായി. നിങ്ങൾ ആ റിയാലിറ്റി ചെക്ക് നടത്തണം. ബാക്കിയുള്ളവർ പറയണ പോലെ അല്ല ഞാൻ ഇപ്പൊ തോറ്റെന്ന് വെച്ചാൽ ഞാൻ തോൽവിയല്ല, ഞാൻ ഇപ്പൊ തോറ്റു, ഇപ്പൊ മാത്രമേ തോറ്റിട്ടുള്ളൂ. MS ധോണിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആള് പലപ്പോഴും പെട്ടെന്ന് ഔട്ടായി പോയിട്ടുണ്ട്, ആൾക്ക് കുറെ പഴികൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആളവിടെ ഫെയിലായി നിന്നില്ല. ആൾ എന്ത് വിചാരിച്ചു? ഞാൻ ഇപ്പൊ തോറ്റു, അതിനർത്ഥം ഞാൻ തോൽവിയാണെന്നല്ല, ഞാൻ ഇപ്പൊ തോറ്റു എന്ന് മാത്രമാണ്. എനിക്ക് പനി ഇപ്പൊ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ പേര് പനി ആണെന്നല്ല, അല്ലെങ്കിൽ എന്റെ ലൈഫ് മൊത്തം പനി ആയിരിക്കുമെന്നല്ല. എനിക്ക് ഇപ്പൊ പനിയുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രോപ്പർ ആയിട്ട് അവിടെയുള്ള മരുന്ന് കഴിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രോപ്പർ ആയിട്ട് പനിക്കുള്ള മരുന്ന് കഴിക്കണം. എന്ത് ചെയ്യണം? പ്രോബ്ലം സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ UPSC PSC പോലുള്ള ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, JEE മെയിൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി നിങ്ങൾ സോൾവ് ചെയ്യുന്നിടത്താണ് നിങ്ങൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നത്. അല്ലാതെ നിങ്ങൾ കുറെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടു, പലരും ഉണ്ട് എന്നോട് പറയാറുണ്ട് ഈ പറഞ്ഞ പോലെ എന്താ ഐ വിൽ നെവർ സ്റ്റോപ്പ് അൺടിൽ ഐ വിൻ എന്നുള്ള വീഡിയോ കണ്ട് ഡയലോഗ് വരെ ഓർമ്മയുണ്ട്. പക്ഷെ പരീക്ഷയിൽ ഇപ്പോഴും കോൺഫിഡൻസ് ഇല്ല. എന്തുകൊണ്ടാ? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിയാലിറ്റി ചെക്ക് നടത്തി നിങ്ങളുടെ ബ്രെയിനെ റിവയർ ചെയ്ത് എടുക്കുന്നില്ല. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവാം, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം എന്താ നിങ്ങൾ ചെയ്യണം? നിങ്ങൾ റിവയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ 6 എന്നുള്ള വാക്കില് ആ ഒരു റിയാലിറ്റി ചെക്ക് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നടത്തണം. ഇവിടെ വെറും റിവയർ അല്ല, ആ റിവയറിന് ഞാൻ പ്രോപ്പർ ഓരോ അക്ഷരത്തിനും നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് തന്നിരിക്കുകയാണ്. എന്താണ്? 6 റിയാലിറ്റി ചെക്ക് നടത്തണം. ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നിങ്ങളുടെ അമ്മ എന്ത് പറഞ്ഞോട്ടെ, നിങ്ങളുടെ അമ്മാവൻ എന്ത് പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് പതിയെ ഒരു കോൺഫിഡൻസ് വരും. ഇനി രണ്ടാമത്തെ കാര്യം ഈ എന്തിനാണ് നിൽക്കുന്നത് ഞാൻ പറയട്ടെ. എന്നുള്ളത് എക്സ്പോഷറിനാണ്. നിങ്ങൾക്ക് എന്താണോ പേടി, നിങ്ങൾക്കിപ്പോ പരീക്ഷയാണ് പേടിയെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷ എഴുതണം, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതണം, നിങ്ങൾ പേടിക്കുന്ന കാര്യങ്ങളെ നേരിടാൻ പഠിക്കണം, നേരിടാനായിട്ട് തയ്യാറാവണം. എടാ നേരിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? പരീക്ഷയിൽ ഓൾറെഡി നമ്മൾ 10 വട്ടം ഫെയിൽ ആയില്ലേ, ഒരു വട്ടം കൂടെ ഫെയിൽ ആയെന്ന് വെച്ചാൽ എന്തെങ്കിലും മാറ്റം വരുമോ? നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോസ്ഡ് ആവണം, നമ്മൾ റെഡി ആവണം. എനിക്കിത് പറ്റും, ഞാൻ തോക്കണമെങ്കിൽ തോറ്റോട്ടെ, ഫേസ് ചെയ്യാനുള്ള ധൈര്യം അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ തോക്കണമെങ്കിൽ തോറ്റോട്ടെ, ഞാൻ നേരിട്ടിരിക്കും, നേരിടും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നേരിട്ടില്ലെങ്കിൽ നിങ്ങൾ ബീരു, തോറ്റാലാണ് നിങ്ങൾ തോറ്റു, അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തോൽവിയാവുന്നില്ല, അന്നേരം നിങ്ങൾ തോറ്റു, നേരിട്ടുകൊണ്ട് തോറ്റു. അപ്പോ നേരിടാതിരിക്കുന്നതാണ് ഭീരുത്വം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോ പ്രൈവറ്റ് ജോബിനായിട്ട് ആസ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ആണ് പേടിയെങ്കിൽ കൂടുതലായിട്ട് മോക്ക് ഇന്റർവ്യൂസ് എടുക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനെ വിളിച്ചോ, ആര് വേണമെങ്കിലും വിളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി ഇരുന്നിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളെ തന്നെ ഇന്റർവ്യൂ ചെയ്യും. നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് റിപ്പീറ്റഡ് ആയിട്ട് ഗെറ്റ് യുവർ സെൽഫ് എക്സ്പോസ് ടു ദ ബിഗ്ഗസ്റ്റ് ഫിയർ ഓഫ് യുവർ ലൈഫ്. നിങ്ങളെ പേടി എന്താണോ അതിനോട് കൂടുതൽ എക്സ്പോസ്ഡ് ആവുക. കൂടുതൽ എക്സ്പോസ്ഡ് ആവുമ്പോൾ അമിഗ്ഡലയ്ക്ക് തോന്നും ഇത് വലിയ ഡേഞ്ചർ ഒന്നുമല്ല, ഡേഞ്ചർ ആണ്, ഞാൻ എന്നും അതിലോട്ട് ചാടിക്കൊണ്ടിരിക്കുവോ? ഇല്ല. ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഡേഞ്ചറിലേക്ക് എന്നും ചാടിക്കൊണ്ടിരിക്കുവോ? നമുക്ക് വല്ലപ്പോഴും വരുന്ന കാര്യങ്ങളായിരിക്കും ഡേഞ്ചർ അല്ലെ? എല്ലാ ദിവസവും നമ്മൾ ഡേഞ്ചറിലോട്ട് ചാടിക്കൊണ്ടിരിക്കുവോ? അമിഗ്ഡല മണ്ടനൊന്നുമല്ല. അമിഗ്ഡലയ്ക്ക് മനസ്സിലാവും ഇവനെ എന്നും ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട്, അപ്പൊ എന്താ ഇവന് അത്രത്തോളം പേടിയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബ്രെയിൻ റീവയർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോ എന്താണെന്ന് മനസ്സിലായല്ലോ? നിങ്ങൾ എക്സ്പോസ് ചെയ്യുക ആ ഒരു കണ്ടീഷനിലോട്ടായിട്ട്. ഇനി അടുത്ത ആ ഒരു അക്ഷരത്തിലേക്ക് പോകാം. W എന്തിനാണെന്നറിയോ? ചെറിയ ചെറിയ വിൻസ് നൽകുക, കുറച്ച് വിജയങ്ങൾ നൽകുക. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഡോപ്പമീൻ ആയിട്ട്, ഈ ഒരു ഡോപ്പമീൻ കിട്ടണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ വേണം. നമ്മളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ പരീക്ഷ ഞാൻ ഫെയിലായി, ഈ പരീക്ഷ എന്റെ അടുത്ത പരീക്ഷ വരുന്നത് 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പറയും ആ പരീക്ഷയിൽ ഞാൻ റാങ്ക് അടിച്ച് എന്റെ പടം പത്രത്തിലൊക്കെ വന്ന് ന്യൂസിലൊക്കെ വന്ന് ഞാൻ ഭയങ്കര സന്തോഷമാവും. ഇവിടെ നോക്കിയിരിക്കുമ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ വിജയങ്ങളില്ല. വിജയങ്ങൾ ഉണ്ടായാലേ കുറച്ച് ഡോപ്പമീൻ കിട്ടി ബ്രെയിനിന് ഒരു ഉത്തേജനം കിട്ടുള്ളൂ. ബ്രെയിൻ വിചാരിക്കും ഇത് എന്തുട്ടി ജീവിതമാണ്, നീ അടുത്ത കൊല്ലത്തേക്കല്ലേ നോക്കിയിരിക്കണേ, ഇനി 1 കൊല്ലം ഞാൻ കാത്തിരിക്കണം സന്തോഷിക്കാനായിട്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റുകൾ എഴുതി അതിൽ സക്സസ് ആകുമ്പോൾ സ്വയം ഒന്ന് റിവാർഡ് ചെയ്യുക, സ്വയം ഒന്ന് ഹാപ്പി ആവുക. ഞാൻ മോക്ക് ടെസ്റ്റ് ഇത്രയും മാർക്ക് വാങ്ങിച്ചാ, ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായ, നിങ്ങൾ ഓരോ 5 മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നിങ്ങൾ ഹാപ്പി ആയിക്കോ. നിങ്ങളിപ്പോ UPSC മോക്ക് ടെസ്റ്റ് ആണ് എടുത്തത്, നിങ്ങൾക്ക് 75 കിട്ടിക്കൊണ്ടിരുന്നത്, 75 80 ആകുമ്പോൾ ബി ഹാപ്പി ബഡി. നിങ്ങൾ UPSC അടിച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആവുന്ന നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിനിന് നിങ്ങളെ ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ബ്രെയിനിന് ഇടയ്ക്കിടയ്ക്ക് സന്തോഷം വേണം. നിങ്ങൾ ഭക്ഷണം കഴിക്കണ പോലെ തന്നെയാണ് ഈ സന്തോഷം എന്ന് പറഞ്ഞ സംഭവം. ഞാൻ UPSC അടിച്ചിട്ട് 1ാം റാങ്ക് അടിച്ചിട്ട് IAS ആയിട്ട് ഞാൻ ഹാപ്പി ആവുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ബ്രെയിൻ മരവിച്ച് പണ്ടാറടിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹാപ്പി ആക്കണം. വിൻസിലൂടെ ചെറിയ ചെറിയ വിജയങ്ങൾ വരെ ഹാപ്പി ആക്കാനായിട്ട് ഉപയോഗിക്കുക. നിങ്ങളെ ചുറ്റുള്ളവർ അതിനൊന്നും വില വെക്കണമെന്നില്ല, നിങ്ങളെ പാരന്റ്സ് ചിലപ്പോൾ വില വെക്കണമെന്നില്ല, നിങ്ങളെ ഫ്രണ്ട്സ് വില വെക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ വില വെക്കണം. കാരണം ഈ ലൈഫ് നിങ്ങളുടെയാണ്. ആരാണ് ഹാപ്പി ആവേണ്ടത്? നിങ്ങളാണ് ഹാപ്പി ആവേണ്ടത്. മറ്റുള്ളവരുടെ കമ്പാരിസൺ ഒന്നും നമ്മൾ നോക്കേണ്ടതായിട്ടേ ഇല്ല. നിങ്ങൾ വില വെക്കുക, നിങ്ങൾ സ്വയം ഹാപ്പി ആവുക, ആൻഡ് ദാറ്റ് വിൽ ബെനിഫിറ്റ് യു എ ലോട്ട് ആൻഡ് വിൽ മേക്ക് യു ദ മോസ്റ്റ് കോൺഫിഡന്റ് ഗായ്. ഇനി അടുത്ത അക്ഷരത്തിലേക്ക് നമുക്ക് പോകാം.
ഐ എന്താണ്? ഐഡന്റിറ്റി ആണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് റിയാലിറ്റി ചെക്ക് നടത്തുമ്പോൾ നമ്മൾ തോൽവിയാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. അന്നേരം തോറ്റു. ഈ ഒരു ഐഡന്റിറ്റി നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നിങ്ങളെ ചുറ്റുള്ളവര് ഇപ്പൊ വളരെ സിനിമയിലത്തെ പോലെ പറയുന്നവരുണ്ടാവാം, നിന്നെ കൊണ്ട് ഇതിന് കഴിയൂലടാ. ഈ ഒരു ഐഡന്റിറ്റി മറ്റാരെങ്കിലും നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പം തൊട്ടുണ്ടാവാം, ചെറുപ്പം തൊട്ട് ഇത്തരം ഐഡന്റിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഐഡന്റിറ്റിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ പണ്ട് ആവറേജ് ആയിരുന്നോ, പണ്ട് ബിലോ ആവറേജ് ആയിരുന്നോ, അത് പണ്ട്. നിങ്ങൾ അന്ന് ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങളുടെ കണ്ടീഷൻസ് ഡിഫറെന്റ് ആയിരുന്നിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ അടിച്ചു പൊളിച്ച് പിള്ളേരുടെ കൂടെ ഹാപ്പി ആയിട്ട് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രിപ്പ് ഒക്കെ പോയി നടന്നിരിക്കുന്ന സമയമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെയാണോ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത്? ഒരു 10 വർഷം മുൻപുള്ള നിങ്ങളാണോ നിങ്ങളിപ്പോ? അപ്പൊ അന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ, ബാക്കിയുള്ളവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. പോട്ടെ, ഞാനതല്ല, മറ്റുള്ളവർ പറയുന്നതല്ല, മറ്റുള്ളവർ പറയുന്നത് നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ അതിനെ ആദ്യം എടുത്ത് പുറത്തോട്ട് കളയണം. ആരാണ് ആവറേജ്, ആരാണ് എക്സലന്റ്, ആരാ തീരുമാനിക്കുന്നത്? അവരാണ് തീരുമാനിക്കണേ. ഇപ്പൊ ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതാണ് എക്സലൻസ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതാണ് എക്സലൻസ് എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനിലോട്ട് മനസ്സിലാക്കുക. ഞാൻ ഓരോ ദിവസവും എഫക്റ്റീവ് ആയിട്ട് പഠിക്കും. പലരുടെയും പ്രശ്നം പഠിക്കാനുള്ള മനസ്സില്ല എന്നുള്ളതല്ല, പലരുടെയും പ്രശ്നം ഈ ഒരു ഐഡന്റിറ്റി ഒക്കെ കാരണം വളരെയധികം ഓവർ തിങ്ക് ചെയ്യണു എന്നുള്ളതാണ്. ഈ ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ അയ്യോ ഞാൻ പാസ്സാവും, ഞാൻ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, പരീക്ഷയ്ക്ക് ഞാൻ എന്തിനാ പ്രിപ്പയർ ചെയ്യണേ, ഇതിൽ വലിയ ബുദ്ധികളുണ്ട്, വലിയ ബുദ്ധിമാന്മാരുണ്ട്, ഞാൻ എങ്ങനെയാ നേടാൻ പോകുന്നത് എന്നുള്ള ടെൻഷൻ. ഈ ടെൻഷൻ അകറ്റാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഐഡന്റിറ്റി ആണ്. വലിയ ബുദ്ധികൾ ഉണ്ടായിക്കോട്ടെ, ഞാനും വർക്ക് ചെയ്യുന്നേ, ആമയും മുയലും തമ്മിലുള്ള മത്സരത്തിൽ ആമ ജയിച്ചില്ലേ, then why not me? ആമയായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അവിടെ നിങ്ങൾ എന്താണ് പോർട്രേ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വീക്ക് ആണെന്ന അങ്ങനെയൊന്നും നിങ്ങൾ പോർട്രേ ചെയ്യണ്ട. പക്ഷെ ഒരു പാഠം നിങ്ങൾ ആമയിൽ നിന്ന് എടുക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ടുള്ള കാൽവെപ്പുകളാണ് ആമയെ വിജയത്തിൽ എത്തിച്ചത്. ഇതുപോലെ മുന്നോട്ടുള്ള കാൽവെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുക, അത് സ്ട്രോങ് ആയിട്ട് എടുത്തു വെക്കുക. മറ്റാരെയും കുറിച്ച് ചിന്തിക്കേണ്ട, ഒരു കമ്പാരിസണും വേണ്ട, നിങ്ങളുടെ വിജയത്തിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്ത അക്ഷരത്തിലേക്ക് പോകാം, ആർ. ഈ ആർ എന്തിനാ? ഇത് റുട്ടീനാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആവണത് വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻസ് നടത്തുമ്പോഴാണ് അല്ലെ. നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ ഐഡന്റിറ്റി ചെക്കുകൾ, നിങ്ങളുടെ റിയാലിറ്റി ചെക്കുകൾ, ജേർണലിങ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക, സ്വയം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, റുട്ടീനായിട്ട് സക്സസുകൾ നൽകുക, റുട്ടീനായിട്ട് ഈ പാഠങ്ങൾ നൽകുക, റുട്ടീനായിട്ട് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ചെയ്യും. ഇനി അവസാനത്തെ അക്ഷരം ഇ. ഈ എന്താണെന്നല്ലേ, ഇത് പ്രോപ്പർ ആയിട്ട് എവിഡൻസ് ജേർണലിംഗ് ചെയ്യണതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഐഡന്റിറ്റി മാറുന്നതൊക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഇത് നിങ്ങൾ എഴുതി വെക്കുകയും കൂടെ വേണം. എഴുതി വെക്കുമ്പോൾ അതിന് വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. മാനിഫെസ്റ്റേഷൻ വീഡിയോയുടെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ എഴുതി വെക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ ബ്രെയിനിലെ പല റീജിയൻസിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് എവിഡൻസ് ജേർണലിംഗ് ചെയ്യണം. അതായത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു. എവിഡൻസ് ജേർണലിംഗിൽ വ്യത്യാസം എന്താ? നിങ്ങൾ എന്ത് ബെറ്റർമെന്റ് ഉണ്ടായി എന്നാണ് എഴുതി വെക്കുന്നത്. നിങ്ങൾ ഇടയ്ക്ക് അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് തോന്നും, ഓക്കെ ഇവന് ബെറ്റർമെന്റ് ഉണ്ടാവുന്നുണ്ട്, പണ്ടത്തെ പോലെ അമിഗ്ഡല ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവന് ഡോപ്പമിൻ വരുന്നുണ്ട്, ഇവൻ ഹാപ്പി ആവുന്നുണ്ട്, ഹി ഈസ് ഇംപ്രൂവിംഗ്, സോ ഹിസ് കോൺഫിഡൻസ് ഷുഡ് ഓൾസോ ഇംപ്രൂവ് എന്ന് ബ്രെയിൻ തന്നെ പറയും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മഹേന്ദ്ര സിംഗ് ധോണി ആയത് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടാണ്. ആളുടെ ലൈഫിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ആളുടെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ആൾ തീരുമാനിച്ചു. ആൾ പ്രശ്നങ്ങളെ കുറിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നില്ല. ഹി വാസ് റെഡി ടു സോൾവ് ദ പ്രോബ്ലം. ആ ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ വേണ്ടത്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓരോ പ്രശ്നങ്ങളായിട്ട് നമ്മളെ ലൈഫിലെ മാറ്റി എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും അറിയോ? നമുക്കൊരു ധൈര്യം വരും, എനിക്ക് എന്തും നേരിടാൻ പറ്റും. ഇപ്പൊ ഞാനൊരു മെന്റർഷിപ്പ് റൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ മെന്റർഷിപ്പിലെ സ്റ്റുഡൻസ് തുടക്കത്തിൽ വളരെ പേടിയുള്ളവരായിരുന്നു. അവർ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വന്നു, ഇതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ആ സോൾവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഓരോ ബെറ്റർമെന്റ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഓരോ കാര്യവും നിങ്ങൾ ട്രാക്ക് ചെയ്യണം. അപ്പൊ ബ്രെയിൻ തോന്നും, ഓക്കെ ഇവൻ നന്നാവുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണം ഞാൻ മൊത്തത്തിൽ പ്രശ്നം സോൾവ് ചെയ്തിട്ടാണ് ഞാൻ അത് ട്രാക്ക് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ വിചാരിക്കും, എവിടെ ക്ലാരിറ്റി, എവിടെ ഒന്നും കാണാനില്ല, ഇവൻ എന്തൊക്കെയൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ബ്രെയിൻ വിചാരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ജേർണൽ ചെയ്യുക. എല്ലാ ദിവസവും എഴുതി വെക്കുക, എന്താണ് എനിക്ക് മാറിയത്. ഇപ്പൊ എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാനാണ് പേടി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക, ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് പേടിയായിരുന്നു, ഞാൻ 2 സെക്കൻഡ് ഇന്ന് ക്യാമറയുടെ മുന്നിൽ സംസാരിച്ചു. അത് നിങ്ങളൊരു ബെറ്റർമെന്റ് ആണ് അല്ലെ, ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ പറയാണ്, ഓ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഞാനൊരു 10 മിനിറ്റ് യൂട്യൂബ് ലൈവ് എടുത്താലേ ഞാൻ എഴുതി വെക്കുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ വിചാരിക്കും, ഇവനൊരു സന്തോഷവും തരുന്നില്ലല്ലോ, ഡോപ്പമീൻ ഒന്ന് ബൂസ്റ്റ് ചെയ്തൊന്ന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവണ്ടേ, നീ ഒന്ന് എഴുതി വെക്കടേ എന്ന് ബ്രെയിൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ചെറിയ 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 മാറ്റങ്ങളും നിങ്ങൾ എഴുതി ട്രാക്ക് ചെയ്ത് പോകണം. അതിനൊക്കെ ഒന്ന് ഹാപ്പി ആവാൻ പഠിക്കണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻസിൽ വളരെ ഹൈ ആവും. അപ്പൊ ഒന്നുകൂടെ ഓർത്ത് വെച്ചോ, റീവയർ എന്നുള്ളതിലെ ഓരോ അക്ഷരങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തത് റിയാലിറ്റി ചെക്ക്. ബാക്കിയുള്ളവർ പറയണ പോലെയാണോ, നാട്ടുകാർ പറയണ പോലെ ഒന്നും പറ്റാത്തവനാണോ ഞാൻ? അല്ല. അന്നേരം എനിക്കൊരു ചെറിയ ഫെയിലർ ഉണ്ടായി, ചിലപ്പോൾ 10-15 വട്ടം തോറ്റുണ്ടാവും, പക്ഷെ സ്റ്റിൽ
അന്ന് തോറ്റു വന്നത്തെ കണ്ടീഷൻസ് ഡിഫറെന്റ് ആയിരുന്നു. അന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല അല്ലെ? ഇപ്പൊ നിങ്ങൾ മാറി, എനിക്ക് മാറാൻ പറ്റും, ഐ ഹാവ് ദ എബിലിറ്റി എന്നുള്ളത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിയാലിറ്റി ചെക്ക് നടത്തി മനസ്സിലാക്കുക. രണ്ടാമത്തെ എന്താണോ പേടി അതിനോട് എക്സ്പോസ്ഡ് ആവുക. ഐ വിൽ ഗെറ്റ് എക്സ്പോസ് ടു ഫെയിലിയേഴ്സ്. എന്തോ ആയിക്കോട്ടെ, എന്ത് എക്സാം ആയിക്കോട്ടെ, ഞാൻ കൂടുതൽ എക്സ്പോസ്ഡ് ആവും. ഇപ്പൊ ഫെയിലർ ആണെങ്കിൽ ഫെയിലർ എക്സ്പോസ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ ബെറ്റർ ആവാൻ ഞാൻ മനസ്സിലാക്കും. എക്സാമുകൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്ത് ചെറിയ ചെറിയ മാർക്കുകൾ നേടി എങ്ങനെ ബെറ്റർ ആവാം എന്ന് ഞാൻ എക്സ്പോസ്ഡ് ആവും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി മൂന്നാമത്തത് വിൻസ്. ചെറിയ ചെറിയ വിജയങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുക. ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ. ഇപ്പൊ ചെറിയൊരു മോക്ക് ടെസ്റ്റ്, നിങ്ങൾ 100 മാർക്കിന്റെ പരീക്ഷയിൽ റാങ്ക് അടിച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആവണ്ട. 10 മാർക്കിന്റെ പരീക്ഷ എടുത്ത് 10 മാർക്കിന്റെ പരീക്ഷയിൽ ഒരു 9 മാർക്കോ 8 മാർക്കോ 7 മാർക്കോ നേടി നിങ്ങളെ തന്നെ ഇംപ്രൂവ് ചെയ്ത് നിങ്ങളെ ഹാപ്പി ആവുക. ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോൾസ് വെക്കുക. ഷോർട്ട് ടൈം ആയിട്ടുള്ള സക്സസിലും ഹാപ്പി ആവാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഞാൻ UPSC അടിച്ച് കളക്ടറായി എനിക്കായിട്ട് എല്ലാവരും കൈ കൊട്ടി അടിക്കുന്ന നേരത്തെ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഇരിക്കേ ഉള്ളൂ. നിങ്ങളുടെ ബ്രെയിനിന് ഒരു മാറ്റം വരാൻ പോണില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബ്രെയിന് കുറച്ച് ഹാപ്പിനെസ് ഷോർട്ട് ടേം മീൻസിലൂടെ കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യണു, നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ UPSC ഒക്കെ അടിച്ച് IAS ഒക്കെ അടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈ കൊട്ടി അടിക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. വിൻസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നൽകുക. അടുത്തത് നിങ്ങളുടെ ഐഡന്റിറ്റി. നാട്ടുകാർ പറയുന്നതല്ല നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ ചുറ്റുള്ളവരും പറയുന്നതല്ല നിങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങളുടെ ഐഡന്റിറ്റി കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. എനിക്ക് പറ്റും, എനിക്ക് ഇന്ന സ്ട്രെങ്ത്തുകൾ ഉണ്ട്. SWOT അനാലിസിസ് വെരി ഗുഡ് ഐഡിയ. നിങ്ങളെ സ്ട്രെങ്ത്തുകൾ എഴുതി വെക്കുക, വീക്ക്നെസ്സുകൾ എഴുതി വെക്കുക. നിങ്ങൾ ആരാണ് എന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ 1ാം റാങ്ക് കഴിച്ചവന് കുറെ സ്ട്രെങ്ത്തുകൾ ഉണ്ടാവും, അവനും വീക്ക്നെസ്സുകൾ ഉണ്ട്. അവനുള്ള വീക്ക്നെസ്സുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രെങ്ത്തുകളായിരിക്കാം. നിങ്ങളെ മനസ്സിലാക്കാം. അയ്യോ അവരൊക്കെ ഭയങ്കര സംഭവമാണെന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എങ്ങനെ ഉപയോഗിച്ച് ബെറ്റർ ആവാം, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ എങ്ങനെ സോൾവ് ചെയ്ത് ബെറ്റർ ആവാം എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം ആർ എന്തായിരുന്നു? റുട്ടീൻ. ഇത് വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. അതിനായിട്ട് നിങ്ങൾ മോട്ടിവേഷൻ തപ്പിപ്പോണ്ട. നിങ്ങളുടെ മോട്ടീവ് ഇമ്പോർട്ടന്റ് ആയിരിക്കണം. എന്താണ് നിങ്ങളുടെ മോട്ടീവ്? നിങ്ങളുടെ മോട്ടീവ് ദ ബെറ്റർ യു എന്നുള്ളതാണ്. ഇനിയിപ്പോ 2026 വരെയാണ് അല്ലെ? അപ്പൊ നിങ്ങളിൽ തന്നെ മികച്ച വ്യക്തിയെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ മോട്ടീവ്. അതാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകേണ്ടത്, അല്ലാതെ ഒരു വീഡിയോ അല്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവസാനത്തെ ആ ഒരു അക്ഷരം എന്താ ഞാൻ പറഞ്ഞത്? പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ജേർണലിംഗ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും വരുത്തുന്ന തെറ്റുകൾ പോലും നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങളുടെ പേപ്പറിലുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഡാറ്റ, ആ ഡാറ്റ നിങ്ങളെ മികച്ചതാക്കുന്ന ഡാറ്റ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഇതാണ് കോൺഫിഡൻസിന് വേണ്ടിയുള്ള ശാസ്ത്രം. ഇതുവഴിയാണ് നിങ്ങൾ കോൺഫിഡന്റ് ആകാൻ പോകുന്നത്, അല്ലാതെ മോട്ടിവേഷൻ വീഡിയോസിലൂടെ അല്ല. ഇവിടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. അത് എന്റെ പ്രോമിസ് ആണ്, എന്റെ ഗ്യാരണ്ടി ആണ്. താഴെ കമന്റ് സെക്ഷനിൽ എഴുതിക്കോ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും എന്ന്. ഒരു മാസം കഴിയുമ്പോൾ, അതായത് ഇപ്പോ നവംബർ അവസാനമായി അല്ലെ, 2026 തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കും. ഇനി 21 ദിവസത്തെ ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ബെറ്റർ ആവുന്ന നമ്മളുടെ ഉള്ളിൽ സ്നേഹവും സന്തോഷവും എല്ലാം അറിയുമ്പോഴാണ് മറ്റുള്ളവരും ബെറ്റർ ആവുന്ന കാണുമ്പോൾ ആ സ്നേഹവും സന്തോഷവും ഉണ്ടാവും. അതും നമുക്ക് കോൺഫിഡൻസ് തരും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.